ഹലോ, എന്റെ ഓണം ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? എല്ലാ പ്രിയപ്പെട്ടവർക്കും ചിങ്ങം 1 പുതുവത്സരാശംസകൾ. എല്ലാ വിധത്തിലുമുള്ള സന്തോഷകരമായ ഐശ്വര്യദായകമായ മാറ്റങ്ങൾ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സാധാരണ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കും. ബാക്കി ഭാഗം ഒന്ന് കണ്ടു നോക്കുന്നോ? അധികം കഷ്ടപ്പെട്ടില്ലെങ്കിലും എന്റെ പിണക്കക്കാരിയെ ഡീൽ ചെയ്ത് നടത്തിയിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. സിമ്പിൾ ആണ്, ഈസി ടു ക്യാരി ആണ്, പക്ഷെ ഓണത്തിന് പറ്റിയ ഒരു ഫെസ്റ്റിവൽ ഔട്ട്ഫിറ്റ് ആണ് അല്ലേ. ഞാനത് ചെയ്യിപ്പിച്ചത് നമ്മുടെ മഹാത്മാഗാന്ധി റോഡിലെ ശാന്തിനഗർ പുളിമൂട് അവിടെയുള്ള റേ വേൾഡിൽ നിന്നാണ്. ചിലപ്പോൾ നമുക്ക് ഒരുപാട് സമയം കാണില്ല, കസ്റ്റമൈസേഷൻ നടത്താനുള്ള ഐഡിയാസും വരില്ല. അങ്ങനെയാണെങ്കിൽ പോലും റേ വേൾഡ് ചൂസ് ചെയ്യാം. ഒരുപാട് ഉടുപ്പുകൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇനി കസ്റ്റമൈസേഷൻ മതി എന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. എന്താ ടൈമിംഗ്! കൃത്യം 4 മണിക്ക് തന്നെ ബ്രൈഡ് ആൻഡ് ബ്യൂട്ടി മാജിക്കിലെ വിദ്യ മേക്ക് ഓവർ ചെയ്യാനായിട്ട് വീട്ടിലെത്തി. ഫോട്ടോഷൂട്ട് ചെയ്താലോ എന്ന ഐഡിയ പെട്ടെന്ന് വന്നതാണ്. ഇൻസ്റ്റഗ്രാമിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റോറി ഷെയർ ചെയ്തിരുന്നത് നിങ്ങളും ശ്രദ്ധിച്ചിരുന്നോ? വന്ന റെസ്പോൺസ് കണ്ട് ശരിക്കും ഞാൻ ഞെട്ടി. ഇതിൽ ആരെയാ ഇപ്പൊ ചൂസ് ചെയ്യുന്നത്? അങ്കലാപ്പിലായി. എന്റെ സുഹൃത്തായ അരുണയുടെ സിസ്റ്ററിനോടെ വളകാപ്പിന് വിദ്യയായിരുന്നു മേക്ക് ഓവർ ചെയ്തിരുന്നത്. അന്ന് ആ ഫോട്ടോ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. വളരെയധികം ഹാർഡ് വർക്കിംഗ് ആയ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് എന്ന് അരുണ പറഞ്ഞിരുന്നു. അപ്പോൾ കണ്ണും പൂട്ടി വിളിച്ചു. മുമ്പ് എത്രയോ തവണ നമ്മൾ ഫോട്ടോഷൂട്ട്സ് ചെയ്തിട്ടുള്ളതാണ്. ഞാനും എങ്ങനെയൊക്കെയോ മേക്കപ്പ് ചെയ്യാൻ അറിയുന്ന ഒരാളാണ്. പക്ഷേ ആദ്യമായിട്ടാണ് ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ചെയ്യുന്നത്. തിളങ്ങുന്നത് കണ്ടോ? അതും ഞൊടിയിടയിൽ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. നമ്മളൊരു 4:30 ആയപ്പോൾ തുടങ്ങി. ഒരു 7 മണിക്കുള്ളിൽ എല്ലാം കംപ്ലീറ്റ് ആയി. റെഡ് റോസിന്റെ ഒരു ഹാരവും അരളിയും കരുതിയിട്ടുണ്ടായിരുന്നു. അരളിമാലയാണ് കൂടുതൽ യോജിക്കുന്നതായി തോന്നിയത്. അതുപോലെ തന്നെ ഓർണമെന്റ്സിന്റെ കാര്യത്തിലും കുറച്ചധികം കൺഫ്യൂഷൻ ഞങ്ങൾക്കുണ്ടായി. പക്ഷെ പരസ്പരം ഡിസ്കസ് ചെയ്ത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടം തോന്നിയിട്ടുള്ള ഓർണമെന്റ്സ് ആയിരുന്നു ലാസ്റ്റ് ചൂസ് ചെയ്തത്. ഒരു പൊട്ട് തൊടുമ്പോൾ പോലും നമുക്കും കൂടി ഓക്കെ ആയ പൊട്ടാണ് ചൂസ് ചെയ്യുന്നത്. ഓർണമെന്റ്സിന്റെ സെലക്ഷന്റെ കാര്യത്തിലും ഫ്ലവറിന്റെ കാര്യത്തിലും നമുക്ക് ഓക്കെ ആണ് എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് വിദ്യ അത് ചെയ്യുന്നത്. അത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ നമ്മളെ ഇരുത്തി ഇങ്ങനെ മുഷിപ്പിക്കില്ല. പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ മേക്കപ്പ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കും. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? എന്നെക്കാളും ഒരുങ്ങാൻ ഇഷ്ടമാണ് നമ്മുടെ മാംഗോയ്ക്കും തൻവി പാപ്പയ്ക്കും. കണ്ണിനകത്ത് കരി വരയ്ക്കണമെന്ന് പറഞ്ഞാൽ പോലും റെഡിയാണ്. ദാ ഇതുപോലെ നിന്ന് തരും. മൈക്ക് എടുത്തിട്ട് വരട്ടാ. വിദ്യ ഒരു നാണക്കാരിയാണ്, പക്ഷെ വർക്കാണ് മെയിൻ കേട്ടോ. വിശ്വസിച്ച് നമുക്ക് ഏൽപ്പിക്കാം, നന്നായിട്ട് ചെയ്യും. ഇൻസ്റ്റഗ്രാമിലൊന്നും ഒരുപാട് ആക്റ്റീവ് അല്ല, പക്ഷെ 10,000ഓളം ഫോളോവേഴ്സ് ഉണ്ട്. ബ്രൈഡ് ആൻഡ് ബ്യൂട്ടി മാജിക് എന്ന ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് പരിശോധിക്കുക. ഒരുപാട് വർക്ക്സ് അവിടെ കാണാം. ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ഒരുങ്ങണമെന്ന് തോന്നുന്ന അവസരങ്ങളിൽ വിദ്യയെ വിളിക്കുന്ന കാര്യം പരിഗണിക്കണം. പാനൽ കട്ട് ചെയ്ത ഒരു അനാർക്കലിയാണ്. നെക്ക് പോർഷനിൽ വരുന്ന ആ ഒരു പാറ്റേൺ ഡിഫറൻസ് ആണ് അതിന്റെ ഭംഗി കൂട്ടുന്നത്. ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ഡിസൈൻ പാറ്റേൺ ആണ്. സാരിയുടെ ബ്ലൗസിൽ പോലും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് പതിവാണ്. വിദ്യയും വിദ്യയുടെ ഫ്രണ്ടും അങ്ങനെ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് യാത്രയാകുകയാണ്. അപ്പോഴേക്കും നമ്മുടെ അരുൺ ചേട്ടൻ ഫോട്ടോ എടുക്കാനായിട്ട് വന്ന് കഴിഞ്ഞു. നമ്മുടെ മാതങ്കിയിലെ മാംഗോ ഒരു രക്ഷയുമില്ല. ഇന്ന് അവൾക്ക് ഫോട്ടോഷൂട്ട് എടുക്കണം. അവളുടെ ഫോട്ടോ എടുക്കണ്ട, അവൾ അമ്മയുടെ ഫോൺ വാങ്ങി അതിൽ ഫോട്ടോ എടുത്തോളും. ചേച്ചിയുടെ ഫോട്ടോ എടുക്കണം, അമ്മയുടെ ഫോട്ടോ എടുക്കണം, അപ്പയുടെ ഫോട്ടോ എടുക്കണം. ഇതാണ് ഇന്ന് വാശിയുടെ മെയിൻ. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ആഗ്രഹം വന്നതെന്ന് എനിക്കറിയില്ല. കുറേ നേരം ഞാൻ ഫോണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എങ്കിലും ഒന്നിനും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ ഫോട്ടോഷൂട്ട് ഒന്ന് കഴിയേണ്ട താമസം. ദാ ജിനോ അങ്കത്തട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ മാംഗോ കരയുന്നത് കേട്ടോ. ഫോട്ടോ എടുത്തിട്ടും പുള്ളിക്കാരിക്ക് മതിയാകുന്നുണ്ടായിരുന്നില്ല. ആ സ്ഥലം വിട്ട് പോകണ്ടെന്ന് പറഞ്ഞാണ് കരച്ചിൽ. ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോസ് ഷെയർ ചെയ്തപ്പോൾ ഇത് ഏതാണ് ലൊക്കേഷൻ, ഞങ്ങൾക്കും ഫോട്ടോഷൂട്ട് എടുക്കണമെന്ന് പറഞ്ഞു തരാമോ എന്ന് മെസ്സേജ് അയച്ചവരും ഉണ്ട്. 2 ലൊക്കേഷനിലാണ് നമ്മൾ മെയിൻ ആയിട്ടും പോയിരുന്നത്. ഒന്ന് അടിമലത്തുറ ബീച്ചും അതിന്റെ സമീപ പ്രദേശങ്ങളും, പിന്നീട് പുളുങ്കുടി ഒരു AR ക്യാമ്പുണ്ട്. അതിന് ഓപ്പോസിറ്റായി ഒരു പഴയ കെട്ടിടമുണ്ട് കേട്ടോ. പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റിസോർട്ടാണെന്ന് തോന്നുന്നു. വലിയ വൃക്ഷവും അതിൻ്റെ വേരുകളും ഒക്കെ ആയിട്ട് ഫോട്ടോഷൂട്ടിന് പറ്റിയ ആംബിയൻസ് ആണ്. അപ്പോൾ ഈ 2 ലൊക്കേഷനിലായിരുന്നു ഞങ്ങൾ പോയത്. ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് ഇഷ്ടമായോ എങ്കിൽ തീർച്ചയായും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു നല്ല ചിങ്ങമാസം ആശംസിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കല്യാണവും വീട് കയറി താമസവും ഗെറ്റ് ടുഗദറുകളും ഒക്കെയായി ഒരുപാട് സന്തോഷം തരുന്ന മാസമാണ്. ഗുരുവായൂരിൽ ചിങ്ങത്തിൽ എത്ര കല്യാണങ്ങളാ ബുക്ക് ചെയ്തിരിക്കുന്നതെന്നറിയോ? 1531. മാസം ആരംഭിച്ചിട്ടല്ലേ ഉള്ളൂ. വിവാഹങ്ങളുടെ എണ്ണം ഇനിയും കൂടും. ബുക്കിംഗ് കൂടുതൽ സംഭവിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് 31-നാണ്. ഇന്ന് 160 താലികെട്ടുകളാണ് നടക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ 5 മണ്ഡപങ്ങളിലായി നടക്കുന്ന
നടക്കുന്ന വിവാഹങ്ങളുടെ എണ്ണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഓണദിനമായ സെപ്റ്റംബർ 4 87 വിവാഹങ്ങളുണ്ട്, 190 എണ്ണം ഓഗസ്റ്റ് 31. അപ്പോൾ എല്ലാം ഉഷാറാകട്ടെ, ആഘോഷങ്ങളെല്ലാം പൊടി പൊടിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ.